സോ ഗൈസ്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ നമുക്ക് എന്ന് വെച്ചാൽ പ്രേക്ഷകർക്കൊരു ഇത് കൊടുക്കല്ലോ, ടാസ്ക് കൊടുക്കുക. അങ്ങനെ ഇന്ന് കഴിഞ്ഞ വീക്കിലെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയും അതുപോലെ നോറയും കൈ കെട്ടിയിട്ട് അതൊരു ഫണ്ണാക്കുള്ളതാണ്. പക്ഷേ നോറ അത് ഫണ്ണാക്കിയില്ല, ഭയങ്കര സീരിയസ് ആയി, ഭയങ്കര വിഷയമായി. ലാലേട്ട വന്നിട്ട് അത് എടുത്തിട്ട് അത് ഭയങ്കര സംസാരമായി. ഇന്ന് കൊടുത്തത് അർജുനാണ്. അർജുന് കൊടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ ആകുമ്പോൾ അർജുൻ ആർക്കും കാണാൻ പറ്റില്ല, പക്ഷേ അർജുൻ എന്ത് വേണമെങ്കിലും ചെയ്യും അവിടെ കിടന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അർജുൻ മാത്രം ഗെയിം കളിച്ചാൽ പോരല്ലോ, അല്ലേ? അങ്ങനെ അർജുൻ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അതിലെന്താ ഒരു ഫണ്ണ്. അപ്പോഴത്തേക്കും നമ്മുടെ സിജു ഇറങ്ങുകയാണ്. സിജു ഇറങ്ങിയിട്ട് അർജുൻ ഇല്ലാത്ത ഈ വീട്ടിൽ എന്തിനാണ് അർജുൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാരി എടുത്ത് എറിയുകയാണ്. വാരി എറിഞ്ഞിട്ട് അത് ഈ അർജുൻ കാണിക്കുന്ന ഫണ്ണാണെങ്കിൽ സിജു കാണിക്കുന്ന ഫണ്ണാണ്. അങ്ങനെ ഫണ്ണിൻ്റെ രീതിയിൽ എടുക്കണം. ഉടനെ അർജുൻ ഒരു ഡയലോഗ് അടിക്കുകയാണ്, ഇത് കാട്ടു തീയല്ല, എന്ത് കാട്ടു തീയായാലും ഞാൻ ഈ ഡ്രസ്സ് ഇടില്ല, കൊണ്ടുവയ്ക്കില്ല, കാട്ടു തീയനെ കൊണ്ടുവയ്ക്കണം, ഇവിടെ എന്ത് കാട്ടു തീ നടന്നാലും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് സിജോയെ ഇമോഷണൽ ഡാമേജ് എന്ന് പറഞ്ഞ് നടക്കണ പോലെ തളർത്തിക്കളഞ്ഞ ആ ഡയലോഗിലൂടെ. അപ്പോൾ തന്നെ സിജോയും സായിയൊക്കെ പറയണം, ഞങ്ങൾ തന്നെ കൊണ്ടുവച്ചോളാം, ഇവർ രണ്ടുപേരും ഫണ്ണടിക്കുന്നത് ഞങ്ങൾ തന്നെ കൊണ്ടുവച്ചോളാം, അവരുടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. ഇപ്പോൾ അർജുൻ കാണിക്കുന്ന ഫണ്ണാണെങ്കിൽ ഇവർ കാണിക്കുന്ന ഫണ്ണാണ്. അങ്ങനെ ഫണ്ണിൽ ഫണ്ണായിട്ട് എടുക്കാതെ അർജുൻ സീരിയസ് ആയി. സോ ഗൈസ്, അർജുൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്ത് കുടിക്കുന്നു, പിന്നെ നടക്കുന്നു. അർജുൻ ആരൊക്കെ എന്തുകൊണ്ട് ഇടിക്കുക, അതൊന്നും വിഷയമില്ല, കാര്യം ഇൻവിസിബിളാണ്. അപ്പോൾ അർജുന് വേണ്ടി അർജുൻ മാത്രം ഗെയിം കളിച്ച പോലല്ല, ബാക്കി പ്രേക്ഷകരും ഗെയിം കളിക്കുന്നുണ്ട്, അവിടെ ഉള്ളവർ ഗെയിം കളിക്കുന്നുണ്ട്. അങ്ങനെ കളിക്കുമ്പോൾ അതെങ്ങനെ ഗെയിം ആവും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ